Hi dear students, next we are going to discuss about array as function parameter. അതായത് നമ്മൾ നേരത്തെയുള്ള പ്രീവിയസ് വീഡിയോയിൽ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചതിനകത്തെല്ലാം ഫങ്ഷൻ കോളിൽ നമ്മൾ പാസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേരിയബിളായിരുന്നു. ആ വേരിയബിളിനകത്തിരിക്കുന്ന വാല്യൂ ആണ്. ഇനി അറേ എന്ന് പറയുന്നത് എന്താ? ഈ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആയിരിക്കും. ഇനി ആ കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് നമ്മുടെ ഫങ്ഷൻ കോളിനകത്തൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അത് 1 ഡയമെൻഷണൽ അറേയും ആയിരിക്കാം, 2 ഡയമെൻഷണൽ അറേയും ആയിരിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. Okay, how to pass an array as parameter in the function call. Like the value of the simple variables, we can also pass the value of an array to a function. നമ്മൾ ഇതുവരെ പഠിച്ചതിനകത്തെല്ലാം ജസ്റ്റ് ഒരു വാല്യൂ അല്ലെങ്കിൽ a, b എന്ന് പറയുന്ന എന്താ വാല്യൂസ് മാത്രം, സിംഗിൾ വാല്യൂസ് മാത്രമാണ് അല്ലെങ്കിൽ സിമ്പിൾ വാല്യൂസ് മാത്രമാണ് പാസ് ചെയ്തത്. ഇനി നമുക്കൊരു അറേയും കൂടെ പാസ് ചെയ്യാം. അപ്പോൾ അറേ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോർമലി വേരിയബിൾസ് പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ സ്വാപ്പ് a, p ജസ്റ്റ് ആ വേരിയബിളിൻ്റെ നെയിം മാത്രം മതി. ഇനി ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോഴും അറേ പാസ് ചെയ്യുമ്പോഴും ഇതേപോലെ നമ്മുടെ അറേയിൽ നിന്ന് ഇപ്പോൾ ഒരു അറേയാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നില്ലേ, സൈസും കൂടെ ഡിക്ലെയർ ചെയ്യും. ബട്ട് ഫംഗ്ഷൻ കോളിൽ അറേ പാസ് ചെയ്യുമ്പോൾ അറേയുടെ നെയിം മാത്രം മതി. അതായത് ഈ പറഞ്ഞ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് വേണ്ട. ബട്ട് നെയിമിൻ്റെ കൂടെ എന്തും കൂടെ പാസ് ചെയ്യണം, നമ്മുടെ സൈസും കൂടെ പാസ് ചെയ്യണം. ഓക്കെ, അതായത് a(10) എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്യേണ്ട, അതിന് പകരം എന്ത് പാസ് ചെയ്താൽ മതി, a(10) എന്ന് പറഞ്ഞ് പാസ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ അറേയുടെ നെയിം ആൻഡ് ഓൾസോ സൈസ്, ഈ 2 കാര്യങ്ങളാണ് 1 ഡയമെൻഷണൽ അറേയുടെ കേസിൽ പാസ് ചെയ്യേണ്ടത്. 2 ഡയമെൻഷണൽ ആകുമ്പോൾ എന്തും കൂടെ വേണ്ടി വരും, നമ്മുടെ അറേയുടെ നെയിമും സൈസിന് പകരം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസും കൂടെ പാസ് ചെയ്യണം എന്നുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് തിയറി ഒന്നും കൂടുതലില്ല, ജസ്റ്റ് ഈ പറഞ്ഞ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദെൻ അതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ വൈൽ പാസിംഗ് എ സിംഗിൾ ഡയമെൻഷണൽ അറേ ടു എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ലിസ്റ്റ് ദ നെയിം ഓഫ് ദ അറേ വിത്തൗട്ട് എനി സബ്സ്ക്രിപ്റ്റ്. അതായത് ബ്രാക്കറ്റിൽ നമ്മുടെ സൈസ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് നെയിം മാത്രം മതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ സൈസ് ഓഫ് ദ അറേ ആസ് ആൻ ആർഗ്യുമെൻറ്റ്സ്, നെയിമും സൈസ് മാത്രം മതി. ദെൻ what are the rules we have to consider while passing an array to function? ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. The function must be called by passing only the name of the array. നെയിം മാത്രം മതി. In function definition, formal parameters must be an array type. The size of the array does not need to be specified. ഇവിടെ നമ്മൾ അറേയുടെ സൈസ് നമ്മൾ അറേയുടെ കൂടെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Then the function prototype must also show that the argument is an array. ദെൻ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഫംഗ്ഷൻ കോളിനകത്ത് അറേയുടെ നെയിമും അതിൻ്റെ സൈസും മാത്രം കോമായിട്ട് എഴുതിയിരുന്നാൽ മതി. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഹെഡർ പാർട്ടിൽ ഇത് അറേ ആണെന്നും കൂടെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യണം. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ടിൽ ഇപ്പം വോയിഡ് സ്വാപ്പ് a, b എന്ന് എഴുതത്തില്ലേ. സപ്പോസ് ഒരു ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ അറേ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രാക്കറ്റിൽ എന്നും കൂടെ എഴുതണം. ഇൻറ്റ് a, ഇൻറ്റ് b എന്ന് എഴുതുന്ന പോലെ ഇവിടെ നമ്മൾ ഇൻറ്റ് വോയിഡ്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ വോയിഡ് എഫ് എന്നൊരു ഫംഗ്ഷൻ, അതിൻ്റെ ബ്രാക്കറ്റിൽ അറേയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റിജർ ആയിട്ടാണ് ഇൻറ്റ് എന്നും കൂടെ, അതായത് ഒരു അറേ ആണെന്നും കൂടെ ജസ്റ്റ് അവിടെ ഒന്ന് ഷോ ചെയ്യണം. ഓക്കെ, so moving to an example, write a function to sort an array. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ഇങ്ങനെയായിരിക്കും റൈറ്റ് എ പ്രോഗ്രാം ടു സോർട്ട് ആൻ അറേ യൂസിങ് ഫംഗ്ഷൻ. റൈറ്റ് എ പ്രോഗ്രാം ടു ജസ്റ്റ് സോർട്ട് ആൻ അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ബബിൾ സോർട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ സോർട്ടിങ് മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. ബട്ട് യൂസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യണം. സോ ഹിയർ ദ പ്രോഗ്രാം ഈസ് റൈറ്റ് എ ഫംഗ്ഷൻ ടു സോർട്ട് ആൻ അറേ. അപ്പം ആ സോർട്ട് ചെയ്യാനുള്ള സംഭവം മാത്രം നമ്മളൊരു അറേക്കകത്തോട്ട് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യും. സോ ഇവിടുത്തെ പ്രോഗ്രാം നോക്കിയേ, ഇവിടെ നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഐ ആൻഡ് nth വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐ നമ്മുടെ ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. n എന്ന് പറയുന്നത് ലിമിറ്റാണ് ഈ സൈസ് ഓഫ് ദ അറേ. സോ നെക്സ്റ്റ് printfൽ എൻ്റർ ദ ലിമിറ്റ്, ദെൻ ലിമിറ്റ് എൻ്റർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറേയുടെ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുക. അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുമ്പം
1 by 1 ആയിട്ട് എലമെൻറ്റ്സ് എൻട്രി ചെയ്യും. അപ്പോൾ ആംപർസെൻറ്റ് എ ഓഫ് ഐ എന്ന് വേണം എഴുതാൻ. ഈ ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു 0 മീൻസ് എ ഓഫ് 0 ഫസ്റ്റ് എലമെൻറ്റ്, ഐയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ എ ഓഫ് 1 സെക്കൻഡ് എലമെൻറ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ ലിമിറ്റ് എൻട്രി ചെയ്തു, ആറ് എലമെൻറ്റ്സ് എൻട്രി ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് സോർട്ട് ചെയ്യാം. സോ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്ത് സോർട്ട് ഓഫ് എ കോമ എൻ. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം, കോമ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ സൈസ്. ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ എ ഓഫ് 13 നേടി, ആ 30 ഉള്ള ആ ഓവറാൾ സൈസ് അല്ല നമുക്ക് വേണ്ടുന്ന സൈസ്. അത് നമ്മളിപ്പം 5 എലമെൻറ്റ്സ് ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ആ 5 എന്ന് പറഞ്ഞ സൈസാണ് എൻട്രി ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മുടെ അറയിൽ ചിലപ്പോൾ 100 ആയിരിക്കും സൈസ്, നമുക്ക് 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി അറയിൽ കാണും. ബട്ട് നമ്മളൊരു 5 എലമെൻറ്റ്സ് മാത്രമേ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5 എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സൈസ് മാത്രം നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കോളിൽ എഴുതിയാൽ മതി. സോ സോർട്ട് ഓഫ് എ കോമ എൻ. സോ ദ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ടു ഹിയർ. കണ്ടോ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത് മെയിൻ പ്രോഗ്രാമിന് മുമ്പാണ്, അതായത് ഹെഡർ ഫയലിന് താഴെ. സോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഹെഡർ പാർട്ടിൽ ഇൻറ്റ് എ കോമ എൻ, അതായത് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ എ കോമ എൻ എന്ന് എഴുതി, കറസ്പോണ്ടിങ് ഫോർമൽ പാരാമീറ്റർ നമ്മൾ എഴുതിയപ്പോൾ എന്താ എ ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് എഴുതിയിട്ട് വേണം കോമ എൻ എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഇൻറ്റ് എ ഓഫ് വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ് കോമ എൻ. അതാണ് നേരത്തെ പറഞ്ഞ പോയിൻറ്റ്. നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഷോസ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ആൻ അറേ യൂസിങ് ദ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷനിലെത്തിയിട്ട് എന്താ നമ്മുടെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഈ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബബിൾ സോർട്ടിൻ്റെ കോഡാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഈ ബബിൾ സോർട്ടൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബബിൾ സോർട്ടിൻ്റെ കോഡ് അതേപോലെ യൂസ് ചെയ്തൊക്കെയാണ്. ഫസ്റ്റ് എന്താ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, നെക്സ്റ്റ് ഇൻസൈഡ് ഓഫ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഔട്ട് ഓഫ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ റോവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ഇന്നർ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോ റോയും കൺസിഡർ ചെയ്യുന്നു. ഔട്ട് ഓഫ് ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ പാസിനെ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇന്നർ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോ പാസ് അല്ലെങ്കിൽ ഓരോ ഐട്രേഷനകത്തുള്ള ആ ഒരു സ്വാപ്പിങ്ങിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ബബിൾ സോർട്ടിൻ്റെ കോഡാണ് അത്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ബബിൾ സോർട്ടിൻ്റെ കോഡ്. നിങ്ങൾക്ക് ഈ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓരോ പാടായിട്ടുള്ള ഓരോ പ്രോഗ്രാംസായിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ബബിൾ സോർട്ടിൻ്റെ കോഡ് യൂസ് ചെയ്തു, സോർട്ട് ചെയ്തു, തിരിച്ച് കൺട്രോൾ വീണ്ടും ഇവിടെ വന്നു, ദെൻ സോർട്ടഡ് അറേ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനകത്ത് അറേയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അറേയുടെ നെയിം കോമ സൈസ് ദാറ്റ് വി യൂസ്ഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ്. ദെൻ ഫംഗ്ഷൻ ഡിക്ലറേഷനും ഡെഫിനേഷനും വരുമ്പോൾ അത് അറേയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അറേയുടെ പേര് അതിനെ ഫോളോ ചെയ്തിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റും കൂടെ എഴുതണം. ഓക്കെ, ഇതാണ് 1 ഡയമെൻഷണൽ അറേ പാസ് ചെയ്യുമ്പോഴുള്ള കേസ്. അപ്പോൾ ഇന്നത്തെ ഔട്ട്പുട്ട് ഫസ്റ്റ് എൻ്റർ ദ ലിമിറ്റ്, ദെൻ എൻ്റർ ദ എലമെൻറ്റ്സ്. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പിനകത്താണ് ഈ എൻ്റർ ദ എലമെൻറ്റ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റർ ദ എലമെൻറ്റ് എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സൈസ് 5 ആണ് കൊടുത്തത്, അപ്പോൾ 5 എലമെൻറ്റ്സ് കൊടുത്തു. ദെൻ ആഫ്റ്റർ സോർട്ടിങ് പ്രിൻറ്റ് ചെയ്യുന്നു, സോർട്ടഡ് അറേ ഈസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഔട്ട്പുട്ട് താഴെ കാണിച്ചേക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി ഔട്ട്പുട്ടിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 2, 5, 9, 17, 13 ഇങ്ങനെ സ്പേസ് ഇട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസിഡർ ഇഫ് യു പാസ് എ 2 ഡയമെൻഷണൽ അറേ ആസ് എ പാരാമീറ്റർ ഇൻ ദ ഫംഗ്ഷൻ കോൾ. 2 ഡയമെൻഷണൽ അറേ പാസ് ചെയ്യുന്ന കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞത് 2 ഡയമെൻഷണൽ അറേ ആണെന്നുള്ള കേസിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ 2 ഡയമെൻഷണൽ അറേയാണ് എ, അതിൻ്റെ സൈസ് 10ഉം 20, അതായത് നമ്പർ ഓഫ് റോസ് 20ഉം 10ഉം നമ്പർ ഓഫ് കോളംസ് 20ഉം ആണ്. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 2 റോസും 3 കോളംസും ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എ കോമ 2 കോമ 3 അല്ലെങ്കിൽ എ കോമ എം എന്നിലാണ് ഈ 2ഉം 3ഉം സ്റ്റോർ ചെയ്തേക്കുന്നതെങ്കിൽ എം കോമ എൻ എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. ഓക്കെ, സോ വൈൽ പാസിംഗ് 2D as parameter, 2-dimensional array as parameter, we need to mention the maximum size of the element of each row that is a column. ആ പോയിന്റ് ഞാൻ എന്താണെന്ന് പ്രോഗ്രാം വഴി കാണിച്ചു തരാം. ഓക്കെ, പ്രോഗ്രാം നോക്കി. റൈറ്റ് എ പ്രോഗ്രാം ടു പാസ് എ 2-dimensional matrix as a parameter and find the sum of all the elements. നമ്മളൊരു 2-dimensional മെട്രിക്സിലോട്ട് വാല്യൂസ് എൻ്റർ ചെയ്യുക. ദെൻ ഒരു ഫംഗ്ഷനകത്ത് ഈ പറഞ്ഞ 2-dimensional മെട്രിക്സ് പാസ് ചെയ്തിട്ട് ആ ഫംഗ്ഷനകത്ത് ഈ മെട്രിക്സിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ എല്ലാം സം കണ്ടുപിടിച്ച് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഫസ്റ്റ് ഒന്ന് നോക്കിയേ.
എൻ്റർ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്, എത്ര റോസ് ആൻഡ് കോളംസ് എന്ന് കൊടുത്തു 2 2. ഇപ്പോൾ 4 എലമെൻറ്റ്സ് ആണ്, ആ എലമെൻറ്റ്സ് എല്ലാം എൻ്റർ ചെയ്യുക, അതിൻ്റെ ഫൈനൽ സമ്മ്, അതായത് 1 2 3 4 ഇതിൻ്റെ എല്ലാം കൂടെ സമ്മ് 10 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഹെഡർ ഫയലിന് ശേഷമാണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ വരുന്നത്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. സോ മെയിൻ ഫംഗ്ഷൻ ഓക്കെ, നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. സോ ഹെഡർ ഫയൽ കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷനിലോട്ട് വന്നു, നമ്മുടെ അറേനെ ഡിക്ലെയർ ചെയ്തു, 2 ഡയമെൻഷണൽ അറേ വിത്ത് മാക്സിമം സൈസ് 30 30 ഡിക്ലെയർ ചെയ്തു. ദെൻ എന്താ ഐ എൻ എം ജെ വേരിയബിൾസിനെല്ലാം ഡിക്ലെയർ ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ഓർഡർ എത്ര റോസ് ആൻഡ് കോളംസ് എന്ന് ഡിക്ലെയർ ചെയ്തു, റോസ് എമ്മിലും കോളംസ് എന്നിലും സ്റ്റോർ ചെയ്തു. ദെൻ എന്താ നമ്മുടെ അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്തു. ഇപ്പോൾ 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമുക്ക് 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റോയ്ക്കകത്തുള്ള ഓരോ കോളം എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. എലമെൻറ്റ്സ് എൻ്റർ ചെയ്യുമ്പോൾ ആംപർസെൻറ്റ് ഓഫ് എ ഓഫ് ഐ കോമ ജെ എന്ന് വേണം റെപ്രസെൻറ്റ് ചെയ്യാം. എലമെൻറ്റ്സ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യണം. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ്. അപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. സം എന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തപ്പോൾ എന്താ, ഫംഗ്ഷൻ്റെ പേര് കോമ എത്ര നമ്മുടെ നമ്പർ ഓഫ് റോസ് എത്താണ്, ദെൻ നമ്പർ ഓഫ് കോളംസ് എത്താണ്. ഇതാണ് 2 ഡയമെൻഷനിൽ ശ്രദ്ധിക്കണം. മറ്റേത് ജസ്റ്റ് 1 ഡയമെൻഷനിൽ അറിയുമ്പോഴത്തേക്ക് ആ നീഡഡ് സൈസ് മാത്രം മതി. 2 ഡയമെൻഷനിലാകുമ്പോൾ റോസും കോളംസും കൂടെ കൊടുത്തു. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ വന്നു. ഇവിടെ കണ്ടോ, നേരത്തെ നമ്മൾ ജസ്റ്റ് ഇൻറ്റ് ഓഫ് എ എന്ന് മാത്രമേ എഴുതിയുള്ളൂ, അതിനകത്തൊന്നും എഴുതിയില്ല. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇൻറ്റ് ഓഫ് എ ദെൻ അതിൻ്റെ കോളത്തിൻ്റെ വാല്യൂ കൂടെ എഴുതി 30. കണ്ടോ, ഇൻറ്റ് എ ഓഫ് 30 ഇൻറ്റ് എം കോമ ഇൻറ്റ് എൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. വൈൽ പാസിംഗ് 2 ഡയമെൻഷണൽ അറേസ് പാരാമീറ്റർ വി നീഡ് ടു മെൻഷൻ ദ മാക്സിമം സൈസ് ഓഫ് എലമെൻറ്റ് ഓഫ് ഈച്ച് റോ. ഓരോ റോയിലും ഉള്ള എലമെൻറ്റ്സിൻ്റെ മാക്സിമം സൈസ്, അല്ലെങ്കിൽ ഓരോ റോയിലും ഉള്ള എലമെൻറ്റ്സിൻ്റെ മാക്സിമം സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു റോ R1 എന്ന് പറഞ്ഞ റോ 1 2 3 4 5 5 എലമെൻറ്റ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സോ ദ മാക്സിമം സൈസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഈച്ച് റോ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് റോ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് റോ എന്ന് പറയുമ്പോൾ എത്ര കോളംസ് ഉണ്ടെന്ന് തന്നെ ബേസ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ റോയിൽ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എത്ര, നമുക്ക് ഈ മെട്രിക്സിൽ 5 റോസ് ഉണ്ടെന്നാണ്. സോ വി നീഡ് ടു മെൻഷൻ ദ മാക്സിമം സൈസ് ഓഫ് എലമെൻറ്റ് ഓഫ് ഈച്ച് റോ, ദാറ്റ് ഈസ് കോളം. നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഡെഫിനേഷനിലെ ഹെഡർ പാർട്ടിൽ ഇത് അറയാണെന്ന് അറിയിക്കാൻ വേണ്ടി, 2 ഡയമെൻഷനിൽ അറയാണെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് കോളമിൻ്റെ വാല്യൂ കൊണ്ട് സ്പെസിഫൈ ചെയ്യണം, റോൻ്റെ വാല്യൂ വേണ്ട. അതാണ് ഇവിടെ ഇൻറ്റ് എ ദെൻ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ 30 എന്ന് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫംഗ്ഷനകത്ത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്ട് ഇനിഷ്യലി സമ്മിൻ്റെ വാല്യൂ 0 കൊടുത്തു. ദെൻ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എം, ഐ പ്ലസ് പ്ലസ്, വീണ്ടും ആ ഫോർ ലൂപ്പ് നമ്മുടെ 2 ഡയമെൻഷണൽ അറേ 2 ഫോർ ലൂപ്പ് വഴി എടുത്തിട്ട് എന്താ ഓരോ വാല്യൂവിനും എടുക്കുക, സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സം കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് 1 2 3 4 ആണെങ്കിൽ എന്താ, അത് ഇയാളെ എടുക്കണം, സമ്മിലോട്ട് ആഡ് ചെയ്യും. ദെൻ എന്താ, ആ സമ്മിലോട്ട് ഇയാളെ എടുത്ത് ആഡ് ചെയ്യും, ആ സമ്മിലോട്ട് ഇയാളെ എടുത്ത് ആഡ് ചെയ്യും, ആ സമ്മിലോട്ട് ഇയാളെ എടുത്ത് ആഡ് ചെയ്യും. സോ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് എന്ന് പറയുന്നത് സം ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ ജെ. നമ്മൾ ഓരോ എ ഓഫ് ഐ ജെ എടുക്കണം. എ ഓഫ് ഐ ജെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ എന്താ, ആ സമ്മിനകത്തോട്ട് ഓരോരോ എലമെൻറ്റ് ആഡ് ചെയ്ത് സം അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. ഫൈനലി സമ്മ് നമ്മുടെ ഫംഗ്ഷനകത്ത് തന്നെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 1 ഡയമെൻഷനിലായാലും 2 ഡയമെൻഷണൽ അറേ ആയാലും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അറേ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അറേയുടെ നെയിം വരണം. 1 ഡയമെൻഷനിൽ അറിയുമ്പോഴത്തേക്ക് എന്താ, കൂടെ സൈസും കൂടെ വേണം. 2 ഡയമെൻഷനിൽ അറിയുമ്പോഴത്തേക്ക് കൂടെ റോൻ്റെയും കോളത്തിൻ്റെ സൈസും കൂടെ വേണം. ദെൻ ഫംഗ്ഷൻ ഡിക്ലറേഷനിലും ഡെഫിനേഷൻ്റെ ഹെഡർ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറേയാണെന്ന് അറിയിക്കാൻ വേണ്ടി 1 ഡയമെൻഷനിൽ അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഇടണം. 2 ഡയമെൻഷനിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ 2 സ്ക്വയർ ബ്രാക്കറ്റ് എഴുതിയിട്ട് ആ നമ്മുടെ കോളമിൻ്റെ സൈസും കൂടെ ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാംസ് ഞാനങ്ങ് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അറേയുടെ പോർഷൻ എടുത്ത് നോക്കണം, അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ പോർഷനിലോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് നോക്കിയാൽ ഇതിനും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക, എന്നാലേ കൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ.
നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇതുവരെ പഠിച്ച ഫസ്റ്റ് 3 മോഡ്യൂൾസിൻ്റെ റിവിഷൻ വീഡിയോസൊക്കെ ഉടനെ ഇടുന്നതായിരിക്കും. നിങ്ങളതിൽ കുറേയൊക്കെ മറന്നിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊന്നും കൂടെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ വീഡിയോസ് എല്ലാം ഞാനിടാം. ഓക്കെ, താങ്ക് യു.